മരണം എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് സംഭവിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. അത്തരത്തിലൊരു ഞെട്ടിക്കുന്ന മരണവാർത്തയാണ് ഇപ്പോൾ മലപ്പുറം മഞ്ചേരിയിൽ നിന്നും പുറത്തുവരുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ വ്ളോഗർ ജുനൈദ് മരണപ്പെട്ടുവെന്ന വാർത്തയായിരുന്നു അത്. ഇന്ന് വൈകുന്നേരം 6:30 സംഭവം നടക്കുന്നത്. ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ താരമായി വന്ന ആളാണ് ജുനൈദ്. ഈ മാസം ആദ്യം ജുനൈദുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും പുറത്തുവന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ദാരുണമായ മരണവാർത്തയും പുറത്തുവരുന്നത്. മഞ്ചേരി കാരക്കുന്ന മരത്താണി വളവിൽ റോഡരികിലെ മൺകൂരയിൽ തട്ടി ജുനൈദ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത് എന്നാണ് നിഗമനം. റോഡരികിൽ രക്തം വാർന്ന നിലയിൽ കിടക്കുന്ന ജുനൈദിനെ ബസ് തൊഴിലാളികളാണ് ആദ്യം കണ്ടത്. തലയുടെ പിൻഭാഗത്ത് സാരമായി പരിക്കേറ്റ ജുനൈദിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. മഞ്ചേരിയിൽ നിന്നും വഴിക്കടവ് ഭാഗത്തേക്ക് വരികയായിരുന്നു ജുനൈദ്. സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസിലായിരുന്നു മാർച്ച് 1 മലപ്പുറം പോലീസ് ജുനൈദിനെ അറസ്റ്റ് ചെയ്തിരുന്നത്. ബംഗളൂരുവിൽ നിന്നായിരുന്നു അന്ന് ജുനൈദിനെ പിടികൂടിയത്. ജുനൈദ് സമൂഹ മാധ്യമങ്ങളിലൂടെ യുവതിയുമായി പരിചയപ്പെടുകയും ആ ബന്ധം പ്രണയത്തിലേക്ക് എത്തുകയുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി 2 വർഷത്തോളം ലോഡ്ജുകളിലും ഹോട്ടൽ മുറികളിലും എത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതിയിലുണ്ടായിരുന്നത്. കൂടാതെ ഇരുവരും ഒന്നിച്ചെടുത്ത ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമെന്ന യുവതിയെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിലുണ്ട്. യുവതി പരാതി നൽകിയ വിവരമറിഞ്ഞതോടെ ജുനൈദ് വിദേശത്തേക്ക് കടക്കാനും ശ്രമം നടത്തിയിരുന്നു. തുടർന്നാണ് ബംഗളൂരു വിമാനത്താവളത്തിന് സമീപത്ത് വെച്ച് ജുനൈദിനെ മലപ്പുറം പോലീസ് പിടികൂടുന്നത്. എന്നാൽ അറസ്റ്റിലായി ജാമ്യം ലഭിച്ച ശേഷം സംഭവം തെറ്റിദ്ധാരണയ്ക്ക് പുറത്ത് നടന്നതാണ് എന്ന രീതിയിൽ ജുനൈദും സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. എന്തായാലും ജുനൈദിന്റെ ഈ അപകട മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സംഭവത്തിൽ ദുരൂഹതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യം പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ച ജുനൈദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് നാളെ വിട്ടു നൽകും. ശേഷം പൂവത്തിപ്പോയിൽ വലിയ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടക്കും. സൈറ ബാനുവാണ് ജുനൈദിന്റെ മാതാവ്. മുഹമ്മദ് റജൽ മകനാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.